പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും സുവിശേഷത്തിന്റെ വിത്തുകൾ പാകി ലോകമെങ്ങും ദൈവരാജ്യം പടുത്തുയർത്തിയ സ്വർഗത്തിന്റെ കൊയ്ത്തുകാരുടെ ജീവിതങ്ങളിലൂടെയുള്ള ഫെയ്ത്ത് ബിൽഡേഴ്സ് പ്രോഗ്രാമിലേക്ക് പ്രിയ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. അയർലൻഡിന്റെ സ്വർഗീയ മധ്യസ്ഥനായി വണങ്ങപ്പെടുന്ന വിശുദ്ധ പാട്രിക്കിന്റെ പ്രത്യേക തിരഞ്ഞെടുപ്പും അതിനോട് അദ്ദേഹം പുലർത്തിയ വിശ്വസ്തതയുമാണ് ഈ എപ്പിസോഡിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നത്. 5-ാം നൂറ്റാണ്ടിൽ അയർലൻഡിൽ സുവിശേഷവുമായി കടന്നു ചെന്ന അദ്ദേഹത്തിലൂടെ അയർലൻഡിന്റെ ചരിത്രം തന്നെ തിരുത്തി കുറിക്കപ്പെടുകയായിരുന്നു. അടിമത്തത്തിൽ നിന്നും ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്കും നിരീശ്വരവാദത്തിൽ നിന്നും വിശ്വാസ തീക്ഷ്ണതയിലേക്കും രൂപാന്തരപ്പെട്ട ആ ധന്യ ജീവിതത്തിന്റെ ചുവടുകളിലൂടെ നമുക്കും യാത്ര ചെയ്യാം. കുലീനമായ ഒരു ക്രൈസ്തവ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും തെറ്റായ യുക്തിവാദങ്ങളും നിരീശ്വരവാദവും സ്വാധീനം ചെലുത്തിയ യുവത്വമായിരുന്നു പാട്രിക്കിന്റേത്. വിജാതീയ സംസ്കാരങ്ങളും ആചാരങ്ങളും അനുകരിച്ച് മുന്നേറുകയായിരുന്ന പാട്രിക്കിനെ കർത്താവ് തനിക്കായി പ്രത്യേകം വിളിച്ച് വേർതിരിക്കുകയായിരുന്നു. ബ്രിട്ടനിൽ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളുടെയും നടുവിലായിരുന്നു വിശുദ്ധ പാട്രിക് വളർന്നത്. അവന്റെ പിതാവ് ഒരു ഡീക്കനും പിതാമഹൻ ഒരു പുരോഹിതനുമായിരുന്നു. എങ്കിലും പാട്രിക് ക്രൈസ്തവ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയും തിരസ്കരിക്കുകയും ചെയ്യുന്ന യുക്തിവാദ സംഘങ്ങളുടെ കെണിയിൽ പെട്ടു. താൻ ജനിച്ചു വളർന്ന വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് വിഗ്രഹാരാധനയിലേക്കും വ്യർത്ഥമായ ജീവിത രീതികളിലേക്കും തിരിഞ്ഞു. ദൈവവിചാരം തെല്ലുമില്ലാതെ തിന്മകളിൽ മുഴുകി കഴിയുമ്പോഴായിരുന്നു അയർലൻഡിന്റെ രാജാവായ നിയാൽ ഇംഗ്ലണ്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്താനായി തന്റെ സൈന്യത്തെ അയച്ചത്. പാട്രിക് ഉൾപ്പെടെ അനേകരെ അവർ അയർലൻഡിലേക്ക് തടവുകാരായി കൊണ്ടുപോയി. കൗമാര ദിശയിൽ തന്നെ സ്വന്തം ദേശത്തിന്റെയും കുടുംബത്തിന്റെയും സുരക്ഷിതത്വത്തിൽ നിന്ന് അകറ്റപ്പെട്ട പാട്രിക് ഒറ്റപ്പെടലിന്റെയും ഭയത്തിന്റെയും പിടിയിലായി. അന്യനാട്ടിലേക്ക് തന്നെ കടത്തിയതിനെപ്പറ്റി പാട്രിക് തന്റെ ആത്മകഥയിൽ എഴുതി. എന്തു ചെയ്യണം എന്തു ചെയ്യരുത് എന്ന തിരിച്ചറിവ് ലഭിക്കും മുൻപേ, ഞാൻ സത്യദൈവത്തെ കണ്ടെത്തുന്നതിനു മുൻപേ എന്റെ യൗവനത്തിൽ ഞാൻ അയർലൻഡിലേക്ക് കടത്തപ്പെട്ടു. ദൈവത്തിൽ നിന്നും അകന്നു ജീവിച്ച എന്റെ ഈ വിധി തികച്ചും നീതിയുക്തമായിരുന്നു. അങ്ങനെ പാട്രിക് അയർലൻഡിന്റെ മണ്ണിൽ അടിമയായി കാലുകുത്തി. തടവുകാരുടെ ലേലം വിളി നടക്കുന്ന വേളയിൽ ദലറാഡിയ ഗോത്രത്തലവനും മന്ത്രവാദിയുമായ മിലീക്കോ പാട്രിക്കിനെ അടിമയായി വാങ്ങി. സമ്പത്തിന്റെയും സുഖസൗകര്യങ്ങളുടെയും മധ്യേ ദൈവഭയം തെല്ലുമില്ലാതെ ജീവിച്ച പാട്രിക്കിന് അയർലൻഡിലെ അടിമത്ത ജീവിതം തിരിച്ചറിവുകളുടെ ഒരു കാലമായിരുന്നു. തന്റെ ആഡംബര ജീവിതത്തിന്റെ ക്ഷണികതയും ശൂന്യതയും അവനെ ഗ്രസിച്ചു. മന്ത്രവാദിയായ ഉടമസ്ഥന്റെ കീഴിലുള്ള പാട്രിക്കിന്റെ ജീവിതം ദുസ്സഹവും ക്ലേശകരവുമായിരുന്നു. വിശപ്പും ദാഹവും തീർത്തും അപരിചിതങ്ങളായിരുന്ന അവന് വളരെ വിരളമായിട്ടായിരുന്നു ഭക്ഷണം ലഭിച്ചിരുന്നത്. എങ്കിലും ഈ കാലയളവിൽ ദൈവത്തെക്കുറിച്ചും അവിടുത്തെ പ്രതാപത്തെക്കുറിച്ചും ധ്യാനിക്കാൻ ദൈവാത്മാവ് അവനെ പ്രേരിപ്പിച്ചു. കുടുംബ മഹിമയുടെയും സമ്പത്തിന്റെയും പുകമറയ്ക്കുള്ളിൽ താൻ നയിച്ച വഴിവിട്ട ജീവിതത്തെയും താൻ അവഗണിച്ച ദൈവപിതാവിന്റെ സ്നേഹത്തെയും ഓർത്ത് പാട്രിക് പശ്ചാത്തപിച്ചു. ജോലിക്ക് ശേഷം രാത്രികാലങ്ങളിൽ പ്രാർത്ഥിക്കുന്നതും ധ്യാനിക്കുന്നതും
അവൻ പതിവാക്കി. അത് അവന്റെ ജീവിതഭാരം കുറച്ചു. പന്നികളെ മേയ്ക്കുന്ന ജോലിയാണ് അവന് നൽകപ്പെട്ടത്. ജോലിക്കിടയിലും അവൻ പ്രാർത്ഥിച്ചിരുന്നു. മലയിടുക്കുകളിലും കുന്നിൻ മുകളിലും ദീർഘനേരം പ്രാർത്ഥനാനിരതനാകുന്നതിൽ അവൻ സന്തോഷവും സമാധാനവും കണ്ടെത്തി. അടിമത്തത്തിന്റെ ദേശത്ത് തന്റെ ദൈവം തനിക്ക് പകർന്ന സാമീപ്യവും ആശ്വാസവും അവനെ ധൈര്യപ്പെടുത്തി. അതേപ്പറ്റി അവൻ അടിമത്തത്തിലായിരിക്കുമ്പോൾ തന്നെ നിർഭയം സാക്ഷ്യം നൽകുകയും ചെയ്തു. അടിമത്തത്തിന്റെ 6-ാം വർഷത്തിൽ ഒരു രാത്രി പാട്രിക്കിന് ഒരു സ്വപ്നമുണ്ടായി. എഴുന്നേൽക്കുക, നിന്റെ കപ്പൽ കാത്തുകിടക്കുന്നു എന്നൊരു സ്വരവും അവൻ കേട്ടു. തന്റെ ഉള്ളിലെ ആന്തരിക ശക്തിയുടെ പ്രചോദനത്താൽ പാട്രിക് ധൈര്യസമേതം യാത്ര പുറപ്പെട്ടു. സമുദ്രതീരം ലക്ഷ്യമാക്കി 200 മൈൽ ദൂരെയുള്ള വെർദയ തുറമുഖത്ത് ദിവസങ്ങൾ നീണ്ട കാൽനട യാത്രയ്ക്ക് ശേഷം അവൻ എത്തിച്ചേർന്നു. എന്നാൽ കപ്പലിൽ പ്രവേശനം തിരസ്കരിക്കപ്പെട്ട പാട്രിക് താൻ കേട്ട സ്വരത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി ക്യാപ്റ്റന്റെ മനസ്സ് മാറുകയും പാട്രിക് തന്റെ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. സ്വദേശത്തേക്ക് മടങ്ങിയെത്തിയ പാട്രിക്കിന് ഒരു രാജകുമാരന്റെ സ്വീകരണമാണ് ലഭിച്ചതെങ്കിലും ദൈവവുമായുള്ള തന്റെ വ്യക്തിപരമായ ബന്ധത്തിന് മങ്ങലേൽക്കാൻ പാട്രിക് ഒന്നിനെയും അനുവദിച്ചില്ല. തനിക്ക് ലഭിച്ച ദൈവാനുഭവം മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ അവന്റെ ഹൃദയം വെമ്പിക്കൊണ്ടിരുന്നു. വർഷങ്ങൾ വിപ്രവാസത്തിൽ കഴിഞ്ഞ പാട്രിക് ബ്രിട്ടനിൽ കാലുകുത്തി സ്വദേശത്തെ വീട്ടിലേക്ക് ധൃതിയോടെ പുറപ്പെട്ടു. നാട്ടിൽ പാട്രിക്കിന് സ്നേഹോഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. എന്നാൽ പഴയ ജീവിത രീതികളിലേക്ക് തിരിയാൻ പാട്രിക് തയ്യാറായിരുന്നില്ല. ദൈവം തന്നെ ഒരു ദൗത്യത്തിനായി വാർത്തെടുക്കുകയാണെന്ന് അവന് ശക്തമായ ഉൾവിളി ലഭിച്ചു. ഒരു ദിവസം വീട്ടിലായിരിക്കുമ്പോൾ പാട്രിക്കിന് ഐറിഷ് ജനതയുടെ ഒരു ദർശനമുണ്ടായി. ദർശനത്തിൽ അവർ പാട്രിക്കിനോട് പറഞ്ഞു, പരിശുദ്ധനായ യുവാവേ, ഞങ്ങളുടെ പക്കലേക്ക് തിരിച്ചു വരിക. മടങ്ങി വന്ന് ഒരിക്കൽ കൂടി ഞങ്ങളോട് കൂടി നടക്കുമാറാകണം. അയർലൻഡിലേക്ക് മിഷണറിയായി കടന്നു ചെല്ലാനാണ് തന്റെ ദൈവവിളിയെന്ന് പാട്രിക്കിന് ബോധ്യമായി. അയർലൻഡിൽ മിഷണറി പ്രവർത്തനങ്ങളുമായി കടന്നു ചെല്ലാനുള്ള ഒരുക്കമായി വൈദികനാകാൻ പാട്രിക് തീരുമാനിച്ചു. വൈദിക പഠനത്തിനായി ഓക്സ്ഫറിലേക്ക് പോകാൻ നിശ്ചയിച്ച പാട്രിക്കിന് നിരവധി എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. എന്നാൽ എല്ലാ എതിർപ്പുകളെയും കുത്തുവാക്കുകളെയും അതിജീവിച്ച് താൻ കേട്ട സ്വർഗത്തിന്റെ സ്വരത്തിന് പ്രത്യുത്തരമായി പാട്രിക് ഇറങ്ങിത്തിരിച്ചു. വൈദിക പഠനത്തിന്റെ കാലയളവ് മുഴുവൻ പാട്രിക് അയർലൻഡിലുള്ള തന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിച്ചൊരുങ്ങി. തിരുപ്പട്ടം സ്വീകരിച്ച് പുരോഹിതനായി അഭിഷിക്തനായ പാട്രിക് അയർലൻഡിലേക്ക് പോകാനുള്ള അവസരത്തിനായി കാത്തിരുന്നു. അയർലൻഡിലെ ബിഷപ്പായിരുന്ന പല്ലാഡിയാസിന്റെ വിയോഗത്തെ തുടർന്ന് പാട്രിക് ആ സ്ഥാനത്ത് ബിഷപ്പായി അത്ഭുതകരമായി നിയമിക്കപ്പെട്ടു. അങ്ങനെ നാളുകളായി പാട്രിക് പ്രാർത്ഥിച്ചൊരുങ്ങിയ അയർലൻഡിലെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി സ്വർഗം തന്നെ അദ്ദേഹത്തിന് സാഹചര്യങ്ങൾ അനുകൂലമാക്കി. വർഷങ്ങൾക്ക് മുൻപ് താൻ കേട്ട ദൈവസ്വരത്തോട് വിധേയപ്പെട്ട പാട്രിക്കും അദ്ദേഹത്തിന്റെ അനുയായികളും അയർലൻഡിലേക്ക് പുറപ്പെട്ടു. മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെട്ട് അയർലൻഡിൽ നിന്നും ഒളിച്ചോടിയ പാട്രിക് ആ നാട്ടിൽ തന്നെ ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസനായി ധൈര്യസമേതം മടങ്ങി വന്നു. വിജാതീയ സംസ്കാരങ്ങളുടെയും അർത്ഥശൂന്യമായ ആചാരങ്ങളുടെയും മേലുള്ള സുവിശേഷത്തിന്റെ വിജയത്തിന് അയർലൻഡ് സാക്ഷ്യം വഹിച്ച ചരിത്ര നിമിഷങ്ങളായിരുന്നു തുടർന്ന് അരങ്ങേറിയത്. വൈവിധ്യമാർന്ന പ്രകൃതി സൗന്ദര്യത്താലും മനം കവരുന്ന സൃഷ്ടി വൈഭവത്താലും ആരെയും ആകർഷിക്കുന്ന അയർലൻഡ് എന്ന ദ്വീപിന് 5-ാം നൂറ്റാണ്ടിൽ തനതായ സവിശേഷതകൾ ഏറെയായിരുന്നു.
അസംഖ്യം ദേവന്മാരെയും വിഗ്രഹങ്ങളെയും ആരാധിക്കുന്ന ജനതയായിരുന്നു ഐറിഷ് ജനത. ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ മനുഷ്യത്വരഹിതമായ നടപടികൾ കൈക്കൊള്ളാൻ തയ്യാറുള്ള ആ ജനതയുടെ അടുക്കലേക്ക് സത്യവിശ്വാസത്തെയും ജീവന്റെ മൂല്യത്തെയും ബോധ്യപ്പെടുത്താനുള്ള സ്വർഗത്തിന്റെ അപ്പസ്തോലനായി പാട്രിക് അയക്കപ്പെട്ടു. താൻ ഏക സത്യദൈവത്തിന്റെ സന്ദേശവാഹകനാണെന്നും നരബലികൾ ആവശ്യപ്പെടുന്ന അവരുടെ വ്യാജ ദേവന്മാർ വെറും മിഥ്യയാണെന്നും പാട്രിക് ധൈര്യസമേതം പ്രഘോഷിച്ചു. നരബലികൾ അർപ്പിക്കപ്പെട്ട പാപക്കറ പുരണ്ട ബലിവേദികൾ പാട്രിക് തകർത്തു. അദ്ദേഹത്തിന്റെ സുവിശേഷ തീക്ഷ്ണതയും പ്രഭാഷണ ചാതുര്യവും ദേശം മുഴുവൻ അറിയാൻ ദൈവം ഇടയാക്കി. നാട്ടുപ്രമാണികളും മന്ത്രവാദികളും പാട്രിക്കിന്റെ സ്വാധീനത്തിലും തീക്ഷ്ണതയിലും അമർഷം കൊണ്ടു. എന്നാൽ പാട്രിക് തന്റെ ശുശ്രൂഷകൾ തുടർന്നുകൊണ്ടിരുന്നു. പാട്രിക്കിലൂടെ അയർലൻഡിലുടനീളം ആർക്കും നിഷേധിക്കാനാവാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം പ്രവർത്തിച്ചു. അന്ധകാരത്തിൽ ആണ്ടുപോയിരുന്ന ഐറിഷ് ജനതയ്ക്ക് പാട്രിക്കിലൂടെ സത്യത്തിന്റെ വെളിച്ചം നൽകപ്പെട്ടു. അങ്ങനെ അയർലൻഡിന്റെ മണ്ണിൽ ക്രൈസ്തവ വേരുകൾ തഴച്ചു വളർന്നു. അടിമയായിരിക്കെ തങ്ങളുടെ രാജ്യം വിട്ട് ഒളിച്ചോടിയ പാട്രിക്കിന്റെ മടങ്ങിവരവ് അധികാരികളെ ചൊടിപ്പിച്ചു. അവനെ ബന്ധിക്കാനും വധിക്കാനുമുള്ള അവരുടെ ശ്രമങ്ങളെല്ലാം ദൈവം വിഫലമാക്കി. അയർലൻഡിലുടനീളം യാത്ര ചെയ്ത് പാട്രിക് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ചു. അയർലൻഡിൽ മാർച്ച് 25 പുത്തനാണ്ട് ആഘോഷിക്കുന്ന വേളയിൽ ഒരു നിശ്ചിത സമയത്ത് രാജാവ് നവാഗ്നി കൊളുത്തുന്ന പതിവ് ആ കാലങ്ങളിൽ നിലവിലുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് കുന്നിൻ മുകളിൽ പാട്രിക് തീ കൊളുത്തി. നിയമപ്രകാരം അത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഈശ്വര നിന്ദയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. തങ്ങളുടെ വലിയ തിരുനാളായ ഈസ്റ്റർ ദിനമായ അന്ന് തങ്ങൾക്ക് നിശബ്ദരായിരിക്കാനാവില്ലെന്നും ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ പ്രഘോഷിക്കാതിരിക്കാൻ തങ്ങൾക്കാവില്ലെന്നും പാട്രിക് ധൈര്യസമേതം പ്രഖ്യാപിച്ചു. പാട്രിക്കിനെ വധിക്കാൻ വന്ന രാജാവിന്റെ പ്രതിനിധികളെ പാട്രിക് നിരവധി അത്ഭുതങ്ങളിലൂടെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. രാജധാനിയിലേക്ക് വിളിപ്പിക്കപ്പെട്ട പാട്രിക്കിനെയും കൂട്ടാളികളെയും വധിക്കാൻ രാജസേവകന്മാർ വഴിയിൽ പതിയിരുന്നു. എന്നാൽ അവരിൽ നിന്ന് തന്റെ ദാസന്മാരെ രക്ഷിക്കാനായി ദൈവം കുറച്ചു നേരത്തേക്ക് അവരെ മാനുകളാക്കി രൂപാന്തരപ്പെടുത്തി. ഓടിവന്ന ഭടന്മാർ കണ്ടത് അവർക്ക് പകരം മാനുകളെയായിരുന്നു. വീണ്ടും പാട്രിക്കിന് നേരെ വധശ്രമങ്ങൾ ഉണ്ടായെങ്കിലും അതും നിർവീര്യമായി. രാജസന്നിധിയിലും പാട്രിക് സുവിശേഷ പ്രഘോഷണം നടത്തി. പാട്രിക്കിന് ശത്രുക്കൾ കുടിക്കാൻ നൽകിയ പാനീയത്തിലെ വിഷാംശം ദൈവശക്തിയാൽ പാട്രിക് അതിൽ നിന്നും വേർപെടുത്തുകയും വിഗ്രഹദേവന്മാരുടെ മേൽ വിജയം നേടുകയും ചെയ്തു. രാജാവിന്റെ മാന്ത്രികനായിരുന്ന ലൂസറ്റമേൽ വസന്തത്തിൽ മഞ്ഞു പെയ്ച്ചപ്പോൾ പാട്രിക് മഞ്ഞുമൂലം വന്ന കൃഷിനാശം ഇല്ലായ്മ ചെയ്യുവാനായി കുരിശടയാളത്തിലൂടെ മഞ്ഞൊരുക്കിയതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഒടുവിൽ പാട്രിക്കിന്റെ ശക്തി ദൈവശക്തിയാണെന്ന് തെളിയിക്കാനായി പാട്രിക്കിന്റെ ശിഷ്യന്മാരിൽ ഒരാളെ അഗ്നിയിലേക്ക് കടത്തിവിടണമെന്ന് എതിരാളികൾ ആവശ്യപ്പെട്ടു. എതിരാളിയുടെ മേലങ്കി ധരിപ്പിച്ച് പാട്രിക്കിന്റെ ശിഷ്യനായ ബെന്നനെ ഒരു മുറിയിലും
പാട്രിക്കിന്റെ മേലങ്കി ധരിപ്പിച്ച് എതിരാളിയായ ലൂസറ്റമേലിനെ മറ്റൊരു മുറിയിലും പ്രവേശിപ്പിച്ചു. മുറികൾക്ക് തീ കൊളുത്തി. അഗ്നിയുടെ ഒരു സ്പർശനം പോലും ഏൽക്കാതെ ബെന്നൻ പുറത്തുവന്നു. ലൂസറ്റമേലിനെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ ആയില്ല. എന്നാൽ അയാൾ ധരിച്ചിരുന്ന പാട്രിക്കിന്റെ മേലങ്കി അഗ്നിക്കിരയാക്കപ്പെട്ടില്ല. രാജാവ് സത്യദൈവത്തെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. മാത്രമല്ല, പാട്രിക്കിന് സുവിശേഷ പ്രഘോഷണത്തിനുള്ള അനുമതി നൽകുകയും ചെയ്തു. പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും പാട്രിക് അയർലൻഡിലുടനീളം ദൈവരാജ്യ വിസ്തൃതിക്കായി മരണം വരെ അധ്വാനിച്ചു. ഒടുവിൽ തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി ദൈവത്തിന്റെ നിത്യകിരീടം സ്വീകരിക്കാനായി സന്തോഷത്തോടെ യാത്രയായി. സുവിശേഷം പ്രസംഗിച്ചും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചും രോഗികളെ സുഖപ്പെടുത്തിയും ദരിദ്രരെ സഹായിച്ചും പാട്രിക് തന്റെ മിഷൻ പ്രവർത്തനങ്ങൾ വിശ്വസ്തയോടെ തുടർന്നു. വിശ്വാസത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ സാധാരണ ജനങ്ങളെ പ്രബോധിപ്പിക്കാൻ പാട്രിക്കിന് ദൈവം അസാമാന്യ പാഠവും നൽകിയിരുന്നു. കൂട്ട മാനസാന്തരങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. തന്റെ അവസാന നാളുകൾ അടുത്തുവെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തന്റെ അനുഭവങ്ങളെല്ലാം കൺഫെഷൻസ് എന്ന പേരിൽ എഴുതി രേഖപ്പെടുത്തി. തന്റെ പിൻഗാമിയായി തന്റെ ശിഷ്യനായ ബെന്നനെ അദ്ദേഹം നിയമിച്ചു. തന്റെ അന്ത്യദിനങ്ങൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഏകാന്തതയിൽ അദ്ദേഹം ചെലവഴിച്ചു. ഒടുവിൽ ഒരു രാത്രി ഒരു ഗണം മാലാഖമാർ പാട്രിക്കിന്റെ മുറിയിൽ വന്ന് അദ്ദേഹത്തിന്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് സംവഹിച്ചതായാണ് വിശ്വാസം. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അയർലൻഡിലും യൂറോപ്പ് മുഴുവനിലും വീണ്ടും വിശ്വാസദീപത്തിന്റെ വെളിച്ചം പടർത്തിക്കൊണ്ടിരുന്നു. ഒരു രാജ്യത്തിന്റെ മുഴുവൻ സംസ്കാരത്തെയും തെറ്റായ പാരമ്പര്യങ്ങളെയും സുവിശേഷത്തിന്റെ അഗ്നിയാൽ ഉന്മൂലനം ചെയ്ത സഭയുടെ ധീരയോദ്ധാവായിരുന്നു വിശുദ്ധ പാട്രിക്. അദ്ദേഹം അയർലൻഡിൽ കത്തിച്ച വിശ്വാസനാളം ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇന്നും ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഉള്ളിലും തനിക്ക് ചുറ്റിലും ലോകം മുഴുവനിലും ക്രിസ്തുവിനെ കണ്ട വിശുദ്ധ പാട്രിക്കിനെ നമുക്ക് മാതൃകയാക്കാം. തന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് വിശുദ്ധ പാട്രിക് എഴുതിയ പ്രാർത്ഥനാ ഗാനത്തിൽ നമുക്കും പങ്കുചേരാം. Christ be with me and within me, Christ behind me and before, Christ beside me and to win me, Christ to comfort and restore, Christ beneath me and above me, Christ in quiet and in danger, Christ in hearts of all that love me, Christ in love the friend and stranger. ഫെയ്ത്ത് ബിൽഡേഴ്സിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വിശ്വാസത്തിന്റെ കാവൽക്കാരായി സഭയെ പടുത്തുയർത്തിയവരെ അടുത്തറിയാനായി കാത്തിരിക്കാം. വീണ്ടും കാണാം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.